ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല പോലെ നിറം വെപ്പിക്കാനും അതോടൊപ്പം തന്നെ നല്ല പോലെ ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് ക്രീം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓണത്തിന് നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഈ ഒരു ക്രീം ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക. നല്ല പോലെ മുഖം നിറം വെക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും വരകൾ, ചുളിവുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറുകയും അതോടൊപ്പം മുഖത്തെ കറുത്ത കുത്തുകൾ, കലകൾ, കരിവാളിപ്പ് ഇതെല്ലാം മാറാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി എടുക്കാം. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണോളം എടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഗോതമ്പിൻ്റെ പൊടി നമ്മുടെ മുഖം നല്ലപോലെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറുത്ത കുത്തുകൾ, കലകൾ, കരിവാളിപ്പ് ഇതൊക്കെ മാഞ്ഞു പോവാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കടലപ്പൊടിയാണ്. ഇതേ അളവിൽ തന്നെ കുറച്ച് കടലപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടലപ്പൊടി ഇതേപോലെ തന്നെ നമ്മുടെ മുഖം നല്ല പോലെ നിറം വയ്ക്കാനും മുഖത്തുണ്ടാകുന്ന കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മായ്ച്ച് കളയാനും സഹായിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു പാക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിനി എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതോടൊപ്പം മാറി കിട്ടുന്നതാണ്. ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്ക് വേറെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേൻ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോവിങ് സ്കിന്നാക്കി മാറ്റുന്നുണ്ട്. അതോടൊപ്പം കുത്തുകളും കലകളും എല്ലാം മാഞ്ഞു പോകാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തൈരോ പാലോ ഇതിലേത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈറ്റ് ആയാലും നമുക്കിത് വെച്ചിട്ട് മസാജ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു നമ്മുടെ ഗോൾഡൻ ഫേഷ്യൽ ക്രീം പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫേഷ്യൽ ക്രീമാണിത്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്രീം നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ലൂസാക്കിയിട്ട് ഇത് തയ്യാറാക്കുക. എന്നിട്ടിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ഒരു തവണ ചെയ്ത് വരുമ്പോൾ നല്ല പോലെ മാറ്റം ഉണ്ടായിരിക്കും. നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം ഉണ്ടാവും, നല്ലൊരു കളറ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.